ദിവസവും 8 മണിക്കൂർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും 3 മണിക്കൂർ മാത്രം പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ഉണ്ടെങ്കിൽ ആരാവും കൂടുതൽ മാർക്ക് നേടുക? മിക്കവാറും പറയും 8 മണിക്കൂർ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന്. പക്ഷെ സത്യം എന്താണെന്ന് അറിയോ? വിജയിക്കുന്നത് കൂടുതൽ സമയം പഠിക്കുന്നവരല്ല, ശരിയായ രീതിയിൽ പഠിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ പിന്തുടരുന്ന ചില ചൈനീസ് പഠന രീതികൾ നമുക്ക് നോക്കാമെന്ന് പറയുന്നത്. സോ ഈ വീഡിയോയിലൂടെ നമ്മൾ ഒത്തിരി പേര് ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ചൈനീസ് റൂൾസ് ആണ് നോക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ റൂളാണ്, അത് ചൈനീസ് റൂൾസിൽ അറിയപ്പെടുന്ന ഒന്നാമത്തെ റൂളാണ് സ്ഥിരമായ പഠന സമയം എന്നുള്ളത്. മിക്ക വിദ്യാർത്ഥികളും ഒരു തെറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മോട്ടിവേഷൻ വന്നാൽ മാത്രം പഠിക്കും. അതായത് എനിക്ക് പഠിക്കണം എന്ന് തോന്നുമ്പോൾ പഠിക്കും, ഓക്കെ. പക്ഷെ മോട്ടിവേഷൻ എല്ലാ ദിവസവും നമുക്ക് വരില്ല. സോ സോ ചൈനീസ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ ഒരു നിശ്ചിത സമയം ഉണ്ടാക്കും എന്നും. ഉദാഹരണത്തിന് വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ അത് എന്നും ഫോളോ ചെയ്യും. ആ സമയത്ത് അവർക്ക് പഠിക്കണം എന്നൊരു തീരുമാനം നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടാകും. സോ ഇതൊരു വലിയ ഗുണം നൽകുന്നു, കാരണം നമ്മുടെ ബ്രെയിന് പാറ്റേണുകൾ ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. സോ ദിവസം ഒരേ സമയത്ത് പഠിക്കുമ്പോൾ ആ സമയം വരുമ്പോൾ തന്നെ ബ്രെയിന് ഫോക്കസ് മോഡിലേക്ക് മാറാൻ വേണ്ടി തുടങ്ങും. അതിനാൽ പഠിക്കാൻ തോന്നുന്ന ദിവസം മാത്രം പഠിക്കാതെ തോന്നാത്ത ദിവസങ്ങളിലും ചെറിയ രീതിയിൽ നമ്മൾ പഠിക്കുക. ആ ഒരു സമയം എത്തുമ്പോൾ അപ്പോൾ നിങ്ങളൊരു സമയം പ്ലാൻ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെയുള്ള ടിപ്പാണ്, നിങ്ങളൊരു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം മുതൽ ഒരു സമയം വരെ നിങ്ങൾ ചൂസ് ചെയ്യുക. അത് രാവിലെ ആയിക്കോട്ടെ, രാത്രി പഠിക്കുന്നവരായിക്കോട്ടെ, ഒരു 4 മണിക്കൂറായിക്കോട്ടെ, 5 മണിക്കൂറായിക്കോട്ടെ, 3 മണിക്കൂറായിക്കോട്ടെ, നിങ്ങളൊരു സമയം പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുക. ആ സമയം എന്നും പഠിക്കുക. സ്കൂൾ വിട്ട് വന്നിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതാണ് ഒരു നല്ലൊരു സമയമായിട്ട് തോന്നുന്നത് ആ സമയം എടുക്കുക. അതാണ് നമ്മുടെ റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി റൂൾ നമ്പർ 2 ആണ് ആക്റ്റീവ് റീകോൾ. ഒരു ചാപ്റ്റർ വായിച്ച് തീർന്ന ശേഷം പുസ്തകം അടയ്ക്കുക. അതിനുശേഷം ഒരു പേപ്പർ എടുത്ത് ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഓർക്കുന്നത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ആ കോൺസെപ്റ്റ്, ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ ആ ബുദ്ധിമുട്ടാണ് പഠനത്തിന്റെ യഥാർത്ഥ ഭാഗം എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും വായിക്കുന്നത് മാത്രമല്ല, പക്ഷെ നമുക്ക് ഫെമിലിയർ ആയിട്ട് തോന്നും വീണ്ടും വീണ്ടും വായിച്ചാൽ. പക്ഷെ ഓർമ്മയിൽ നമുക്ക് നിൽക്കണ്ടേ? എക്സാം വരെയെങ്കിലും നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ വായിക്കുന്നത് മാത്രമേ പോരാ, ഓർക്കാനും കൂടെ ശ്രമിക്കുക. ആദ്യം നിങ്ങളിപ്പോൾ ഒരു ഭാഗം വായിച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത് ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ ഓർത്തെടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്നുള്ളത്. നിങ്ങൾ പഠിച്ച ഭാഗം എന്തൊക്കെയാണ് ഓരോ പോയിന്റ് വീതം നിങ്ങൾ എഴുതിയെടുക്കുക. റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് സ്പേസ്ഡ് റിവിഷൻ എന്നുള്ളൊരു റൂളാണ്. പല വിദ്യാർത്ഥികളും ഒരു ദിവസം പഠിക്കും, അതിനുശേഷം പരീക്ഷയ്ക്ക് മുമ്പ് മാത്രമേ വീണ്ടും നോക്കാറുള്ളൂ. അതുകൊണ്ടാണ് മറന്നു പോകുന്നത്. സോ ചൈനീസ് വിദ്യാർത്ഥികൾ ഒരു ലളിതമായ രീതി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് പഠിച്ചാൽ നാളെ ഒരിക്കൽ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യും. അതിനുശേഷം പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും റിവിഷൻ ചെയ്യും. സോ ഇങ്ങനെ ഇടവേളകളിൽ ആവർത്തിച്ച് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതൊരു ലോങ് ടേം മെമ്മറിയിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത്. സോ പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാം വീണ്ടും പഠിക്കേണ്ട അവസ്ഥ നമുക്ക് വരില്ല. നമ്മൾ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നമുക്കത് ഒന്നാകെ ഒരു ബുക്ക് മുഴുവൻ വായിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ ആ ഒരു എന്നോ രണ്ടും പഠിച്ച് ലോക്ക് ചെയ്തത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് വീണ്ടും ഓർമ്മയിലേക്ക് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ ഇതാണ് റൂൾ നമ്പർ 3 എന്ന് പറയുന്നത്. റിവിഷൻ ചെയ്യുക. ആദ്യം നമ്മൾ പഠിക്കുക, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും റിവിഷൻ ചെയ്യുക, എന്നിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്തിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കുക. റൂൾ നമ്പർ 4 ആണ് ലക്ഷ്യത്തോടെ നമ്മൾ ആവർത്തിക്കൽ എന്ന് പറയുന്നത്. ഒരേ കാര്യം 10 പ്രാവശ്യം വായിക്കുന്നത് സ്മാർട്ട് സ്റ്റഡി ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ഓരോ റിവിഷനും ഒരു പ്രത്യേക ലക്ഷ്യം വേണം. ആദ്യം നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാം തവണ നമ്മൾ റിവിഷൻ ചെയ്യുന്നത് പ്രധാന പോയിന്റുകൾ എന്താണെന്ന് മാത്രം നമ്മൾ റിവിഷൻ ചെയ്യും. മൂന്നാം തവണ നമ്മൾ റിവിഷൻ ചെയ്യുന്നത് നോക്കാതെ നമുക്ക് അത്രയ്ക്കും ഓർത്ത് വെക്കണം. ഇങ്ങനെ ഓരോ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഓക്കെ, സമയം ലഭിക്കാനും കൂടുതൽ ഓർമ്മിക്കാനും നമുക്ക് കഴിയും ഈ ഒരു റിവിഷൻ ചെയ്തതിലൂടെ. സോ നമ്മൾ ആദ്യത്തെ ദിവസം റിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതിന്ന് മുഴുവൻ പഠിച്ചു തീർക്കണം. രണ്ടാമത്തെ റിവിഷനിൽ അതിലുള്ള പ്രധാന പോയിന്റുകൾ മാത്രം ഒന്ന് ഓർക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. എളുപ്പമുള്ള ഭാഗങ്ങളിൽ സമയം കളയേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് റൂൾ നമ്പർ 4 എന്നുള്ളത്. ഇനി നമ്മുടെ റൂൾ നമ്പർ 5 ആണ് എഴുതി കൊണ്ട് പഠിക്കൽ എന്ന് പറയുന്നത്. ഒരു ഫോർമുലയോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആയാലോ എന്തായിക്കോട്ടെ, പ്രധാന ആശയമായിക്കോട്ടെ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതുക. വെറുതെ വായിച്ച് മാത്രം പോകരുത്. ഒന്ന് എഴുതുമ്പോൾ കണ്ണും കൈയും തലച്ചോറും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഉണ്ടല്ലേ. അപ്പം ഇത് ഓർമ്മ ശക്തമാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ, സോഷ്യൽ മീഡിയ, മറ്റു ചിന്തകൾ എന്നിവയിലേക്ക് മനസ്സ് പോകാനുള്ള സാധ്യതയും ഇത് കുറയും. സോ പ്രത്യേകിച്ച് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി പോലുള്ള വിഷയങ്ങളിൽ ഈ രീതി വളരെ ഫലപ്രദമാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ എഴുതി പഠിക്കാതെ നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. റൂൾ നമ്പർ 6 ആണ് ടീച്ചർ സെൽഫ് ട്രിക്ക് എന്നുള്ളത്. ഇതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടെക്നിക്ക്, ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു ടീച്ചറാണെന്ന് കരുതുക. ഇത് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുകയാണെന്ന് കരുതുക. പഠിച്ച വിഷയം ശബ്ദത്തിൽ വിശദീകരിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ മുന്നിൽ കുറച്ച് കുട്ടികളുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു പഠിച്ച കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനെ പഠിപ്പിക്കുക. എവിടെയാണ് നിങ്ങളുടെ ഗ്യാപ്പ് കിട്ടുന്നത്, ഗ്യാപ്പ് വരുന്നത്, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത ആ ഒരു സ്ഥലത്ത് നിങ്ങൾ വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു വിഷയം മറ്റൊരാൾക്ക് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ശരിക്കും നിങ്ങൾ പഠിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ലാസ്റ്റ് ട്രിക്ക് എന്നുള്ളത്. ടീച്ചർ, ഒരു അധ്യാപിക എങ്ങനെയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക, അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഓർക്കുക, വിജയിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ സമയം ഉണ്ട് എന്ന് അല്ല, സ്ഥിരമായി പഠിക്കുന്നു എന്നതാണ് കാര്യം. സോ വീണ്ടും വീണ്ടും വായിക്കുന്നവരല്ല, ഓർമ്മയിൽ നിന്ന് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ്. മോട്ടിവേഷന് ആശ്രയിച്ച് ജീവിക്കുന്നവരും അല്ല, ശരിയായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നവരാണ്. സോ സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു സ്റ്റഡി സിസ്റ്റം കൊണ്ടുവരുന്നതാണ്. സോ ഇന്ന് പറഞ്ഞ ഈ 6 രീതികളിൽ ഒന്നെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് തുടങ്ങാം. ഒന്നാമത്തെ ടിപ്പിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതായത് നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ വലിയ ഫലങ്ങൾ ഉണ്ടാക്കും. കാരണം വിജയത്തിന് ഷോർട്ട് കട്ടുകളില്ല, പക്ഷെ സ്മാർട്ട് ആയിട്ടുള്ള വഴികളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്മാർട്ട് ആയിട്ടുള്ള വഴിയിലൂടെ നമ്മൾ ഉറപ്പായിട്ടും വലിയ വിജയം തന്നെ കൈവരിക്കും. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തത് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ബൈ.